ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി തന്നെന്നാ തോന്നുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ കവൻ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്? അളിയാ, എടാ കവനെ നിന്നെയാ വിളിച്ചത്. എന്താടാ? എന്താ കഴിക്കുന്നത്? വെണ്ടക്കായാടാ. എന്തിനാടാ നീ വെണ്ടയ്ക്ക പച്ചക്ക് കഴിക്കുന്നത്? വെണ്ടക്ക പച്ചയായിട്ടല്ലേ ഉള്ളത്, അപ്പൊ അങ്ങനല്ലേ കഴിക്കാൻ പറ്റൂ? അയ്യോ അതല്ലടാ, ഇത് എന്തിനാ കഴിക്കുന്നെന്നാ ചോദിച്ചത്. രാഹുൽ, എക്സാം ആയിട്ട് രണ്ടുപേരും എന്താ സംസാരിച്ചിരിക്കുന്നത്? അത് വെണ്ടയ്ക്ക. എന്താ എന്തുവാടേ പറയുന്നേ? വെണ്ടക്കയാ മിസ്സേ. അത് മനസ്സിലായി. അതിരിക്കട്ടെ, അതെങ്ങനെ എവിടെ എത്തിയത്? അത് തനിയെ വന്നതല്ല, ഞാൻ കൊണ്ടുവന്നതാ. കവിൻ കളിയാക്കുവാ? ഇല്ല മിസ്, വെണ്ടക്ക കഴിച്ചാലേ നല്ല ബുദ്ധി കിട്ടും, ഓർമ്മശക്തിയും ഒരുപാടുണ്ടാവും. അതാ മിസ്. ആരാ? മുത്തശ്ശി പറഞ്ഞതാ? എന്റെ മുത്തശ്ശിയല്ല മിസ്, ഫോണിലൊരു വീഡിയോ കണ്ടപ്പോഴേ അതിലൊരു മുത്തശ്ശി പറഞ്ഞതാ. ഇങ്ങനെ എക്സാം എഴുതുമ്പോ വെണ്ടയ്ക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞോ അവര്? നീ ചുറ്റും നോക്കേ, എല്ലാവരും സിൻസിയർ ആയിട്ട് എക്സാം എഴുതുന്നേ. നീ മാത്രം ആവശ്യമില്ലാതെ വെറുതെ ഓരോന്നും സംസാരിച്ച് സമയം കളയുന്നേ. മര്യാദക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് എക്സാം എഴുതാൻ നോക്ക്. എത്ര വെണ്ടയ്ക്ക് കഴിച്ചാലും പഠിച്ചാ മാത്രമേ ഓർമ്മയിൽ നിൽക്കൂ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എക്സാം എഴുതാൻ നോക്ക്. നീ എന്താ വായും പൊളിച്ചിരിക്കുന്നെ? എക്സാം എഴുത്. ഇനി എന്തെങ്കിലും സംസാരിച്ചാ എക്സാമിന് ആനമുട്ടയായിരിക്കും തരാൻ പോകുന്നത്. പറഞ്ഞില്ലെങ്കിലോ മുട്ടയാ വാങ്ങിക്കാൻ പോകുന്നത്. എന്ത്? ഏയ് ഒന്നുമില്ല മിസ്. സംസാരിക്കാതെ എക്സാം എഴുതും. അറിയാവുന്നത് ഏതാന്ന് വെച്ചാ പഠിച്ചതൊന്നും ഓർമ്മയില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോ ആദ്യമായിട്ട് കാണുന്നത് പോലെ. എന്താടാ നീ ഒന്നും എഴുതിയില്ലേ? ഞാൻ പഠിച്ച ഒരു ചോദ്യം വന്നില്ലടാ. നീ വല്ലോ പഠിച്ചിട്ടുണ്ടോ? ഇവളിങ്ങനെ വിട്ടാ പെൻസിലിൽ പോയി മുട്ടുമല്ലോ. തലൊന്ന് വെറുതെ കുമ്പിട്ടിരുന്ന എഴുതുവാണല്ലോ. അവളുടെ എഴുത്ത് കണ്ടാ സവരി ഫസ്റ്റ് അവൾക്ക് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അയ്യോ, ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോവോ? പഠിച്ചത് വരെ മറന്നുപോയല്ലോ. ഇവളുടെ മുന്നിൽ തോക്കാൻ പാടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ ഗോഡ്. ഇവിടെ എന്താരും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും എല്ലാവരും ഈ ഹാളിൽ തന്നെ ഉണ്ടാവുമല്ലോ. എന്ന് ഇപ്പൊ നോക്കി ആരുമില്ലല്ലോ. ഛേ, ഈ സ്കൂള് ഹോംവർക്ക് എക്സാം ഇതൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത് തന്നെ? ഈ പഠിക്കാനും എഴുതാനും ഒക്കെ ഒരു കൊച്ചു പയ്യന് എന്തുമാത്രം കഷ്ടപ്പാടാ. തേനെ, ഹണി, where are you? കവിമോനെ, ഞാനിവിടെയുണ്ട്. ശ്രീരാമജയം. മുത്തശ്ശി എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്താ മുത്തശ്ശി, എനിക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് ടോർച്ചർ ചെയ്യുന്നത് പോലെ മുത്തശ്ശിക്കും ആരെങ്കിലും ഹോംവർക്ക് തന്നോ? എന്താ മുത്തശ്ശി എഴുതിക്കൊണ്ടിരിക്കുന്നെ? കാണിച്ച്. എന്താ മുത്തശ്ശി, ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ? ഇത് ദൈവത്തിന് വേണ്ടി ശ്രീരാമജയം എന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ശ്രീരാമജയോ? എന്തിനാ മുത്തശ്ശി എഴുതിക്കൊണ്ടിരിക്കുന്നെ? അത് നമുക്കെന്തേലും ആവശ്യം വേണമെങ്കിൽ ഈ മന്ത്രം നമ്മൾ 108 തവണ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാ അത് നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം നിറവേറ്റി തരും. അങ്ങനെയാണോ? നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് അതുപോലെ തന്നെ ദൈവം നമുക്ക് തരുമോ? അതേടാ മുത്തേ. ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം തരുമോ? തീർച്ചയായിട്ടും ചെയ്യും. ഞങ്ങൾ പ്രായമുള്ളവർ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടികൾ ശ്രീരാമജയം എഴുതി പ്രാർത്ഥിച്ചാ അതപ്പൊ തന്നെ ദൈവം നിറവേറ്റി തരും. എന്താ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കാനുണ്ടോ? ഞാനോ? ഞാൻ എന്ത് ചോദിക്കാനാ? എനിക്കായിട്ട് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തു തരാൻ അച്ഛനില്ലേ? അപ്പൊ പിന്നെ ദൈവത്തോട് ഞാൻ എന്താ ചോദിക്കണ്ടേ? അതും ശരി തന്നെയാ. ഒരു പക്ഷെ എപ്പോഴെങ്കിലും എന്റെ അച്ഛനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഞാൻ മുത്തശ്ശിയെ പോലെ 108 തവണ ശ്രീരാമജയം എഴുതി ദൈവത്തോട് ചോദിക്കും. ശരിയുടെ മുത്തേ.